മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മാത്യു എന്ന പേരായിട്ടുള്ളൊരു വ്യക്തി, ബ്രദർ മാത്യു എന്നാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയത്. ഞാൻ ഭാരതം ക്രിസ്തുമതത്തിലേക്കോ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് മറുപടിയായിട്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മറുപടി തരികയുണ്ടായി. അതിന് ഞാൻ തിരിച്ചു മറുപടി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ധാരാളം വ്യക്തികൾ എന്നെ നിർബന്ധിച്ചു അതിന് മറുപടി കൊടുക്കണം. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ നേരത്തെ കൊടുത്തിരുന്നു. അതുപോരാ, സനാതനധർമ്മത്തെയും ഭാരതത്തെയും അസാധാരണമാം വിധം തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ മഹത്വം ഉണ്ടെന്ന് ധരിച്ച് ഭാരതീയ പൈതൃകം സ്വീകരിക്കുന്നു എന്നൊക്കെ ധരിപ്പിച്ച് നടക്കുന്ന ക്രിസ്ത്യാനികളുടെ മനസ്സിൽ എന്താണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് ബ്രദർ മാത്യു വിവരിച്ചിട്ടുണ്ട്. അതിന് മറുപടി കൊടുക്കണമെന്ന് ആയിരക്കണക്കിന് വ്യക്തികൾ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ പ്രധാന പോയിന്റുകൾ നോട്ട് ചെയ്ത് അതിന് മറുപടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം എനിക്കുള്ള മറുപടി ആദ്യം തുടങ്ങുന്നത് തന്നെ ഗോപാലകൃഷ്ണന് ഭയങ്കര നിരാശയുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ്. എനിക്ക് നിരാശയുണ്ട്, സത്യമാണത്. അത് ബ്രദർ മാത്യുവിന് മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അനവധി പള്ളികളിലും ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംഘടനകളിലുമെല്ലാം പ്രഭാഷണത്തിന് പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഭാരതീയ പൈതൃകത്തിൽ നമ്മൾ ആരാധിക്കുന്ന ഗുരുവിനെ, പൂജിക്കുന്ന ഗുരുവിനെ, ദൈവപുത്രനായിട്ട് നിങ്ങൾ കാണുന്ന യേശുക്രിസ്തുവിനെ പൂജിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ആണിയടിച്ച് വേദനിപ്പിച്ച് ദുഃഖവെള്ളിയാഴ്ചയുടെ അന്ന് കൊന്ന ആ കുരിശിനെ നിങ്ങൾ പൂജിക്കരുത്. മഹാത്മാഗാന്ധിയെ വധിച്ച ആ തോക്ക് പൂജിച്ചാൽ മഹാത്മാഗാന്ധിയോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, ആദരവുണ്ടെന്ന് കാണിക്കാൻ തോക്കിനെ പൂജിച്ചിട്ടല്ല കാണിക്കുന്നത്. അതുകൊണ്ട് ആ കുരിശ് നിങ്ങൾ പൂജിക്കരുത്, അത് കഴുത്തിലിട്ടുകൊണ്ട് നടക്കരുത്. അത് നിങ്ങൾ ആരാധിക്കുന്ന ദൈവപുത്രനെ വധിച്ച സാധനമാണ് എന്ന് പറഞ്ഞു. അതേപോലെ പള്ളിയിൽ ഈ നിങ്ങളുടെ ഗുരുവിൻ്റെ ശരീരം ഗോതമ്പുണ്ടയായിട്ട് കുർബാന സമയത്ത് തിന്നാം, നിങ്ങളുടെ ഗുരുവിൻ്റെ ചോര വീഞ്ഞായിട്ട് കുടിക്കുക, നിങ്ങളുടെ മാതാപിതാക്കളെ പെട്ടിക്കകത്തിട്ട് ചീഞ്ഞ് പുഴുക്കൾ വന്ന് അത് മാംസമെല്ലാം അരിച്ചു വരുന്ന രീതിയിൽ പെട്ടിക്കകത്തിട്ട് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടരുത്. ഇതെല്ലാം ഞാൻ പല പള്ളികളിലും പല ക്രിസ്ത്യൻ സംഘടനകളിലും പറഞ്ഞു. അത് അവരിൽ ഭൂരിഭാഗവും സ്വീകരിക്കാത്തതിൽ എനിക്ക് നിരാശയുണ്ട്. ആ ഒരു നിരാശയാണ് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു നിരാശ. ഭാരതീയ പൈതൃകത്തിന് ചേരാത്ത വിധത്തിലുള്ള ആരാധന നടത്തുന്ന ക്രൈസ്തവരുടെ ആരാധനാ രീതി. പിന്നെ എനിക്ക് രോഷമുണ്ട്. ഞാൻ അരുണാചലിലും ആസാമിലൊക്കെ പോകുമ്പോൾ പല അമ്പലങ്ങളുടെ മുമ്പിലും ക്രിസ്ത്യാനികൾ എഴുതി വെച്ചിട്ടുണ്ട്, ശിവ കിൽസ് ജീസസ് സേവ്സ് എന്ന്. അനവധി അമ്പലങ്ങളുടെ മുമ്പിൽ അവർ കുരിശ് വെച്ചിട്ടുണ്ട്. ഈ ശബരിമലയിൽ നെഞ്ചത്ത് കൊണ്ടുപോയിട്ട് കുരിശ് വെക്കാൻ, നിലയ്ക്കൽ കുരിശ് വെച്ചതിൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. ആസാമിലും അരുണാചലിലും എല്ലാ സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, എവിടെയെല്ലാം ജനങ്ങൾ ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നുണ്ടോ, സന്ധ്യ ചന്ത നടത്തുന്നുണ്ടോ, അവിടെ എല്ലാം ഗവൺമെൻറ് ലാൻഡിൽ കുരിശ് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, മാത്യു എന്ന് പേരായൊരു വ്യക്തി, അത് അങ്ങാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം നമ്മുടെ രാജസ്ഥാനിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അസാധാരണമായൊരു ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് $15 മില്യൺ ഉടനെ സഹായം എത്തിച്ചു. അത് മാത്യു എന്ന് പേരായ, അങ്ങാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്ന് പേരായ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരുമിച്ചുള്ള സെക്രട്ടറി എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, ഡെസിഗ്നേഷൻ എന്ന് തോന്നുന്നു. അദ്ദേഹം ചെന്ന് ഈ ഭാരതത്തിലേക്ക് $15 മില്യൺ കൊടുത്താൽ അത് ഹിന്ദുക്കൾക്ക് പ്രയോജനപ്പെടും, ഈ ഭൂമികുലുക്കത്തിൽ കൂടുതൽ പേര് മരിച്ചത് ഹിന്ദുക്കളായതുകൊണ്ട് ആ എമൗണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ അമേരിക്കൻ ഗവൺമെൻറ്റിനെ കൊണ്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വിത്ത് അതോറിറ്റേറ്റീവ് പ്രൂഫാണ് ഞാൻ പറയുന്നത്. ഈ നാട്ടിൽ വളർന്ന് ഈ നാടിൻ്റെ നന്മകളെടുത്ത് ഈ ഹൈന്ദവ കുടുംബങ്ങളിൽ വേദന ഉണ്ടാവുമ്പോൾ അത് മതപരിവർത്തനത്തിന് ഉപയോഗിച്ച്
അരുണാചൽ പ്രദേശിലൊക്കെ ഏതെങ്കിലും ഹിന്ദുവിൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ച് ആ ഹിന്ദുവിനെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും തിരിച്ചു പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ വന്ന് ദഹിപ്പിച്ച സ്ഥലത്ത് ഒരു കുരിശ് വയ്ക്കും. എന്നിട്ട് അവരോട് പറയും, ഇനി മരിച്ച ആളുടെ പ്രേതബാധ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന്. ഇങ്ങനെ ദേശത്തും വിദേശത്തും ഹിന്ദുക്കളെയും ഭാരതീയരെയും സനാതനധർമ്മത്തെയും അല്ലെങ്കിൽ ഇവിടെ വേദനിക്കുന്നവരെയും എല്ലാം പറ്റിച്ച് അത് നിഷേധിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് ഭയങ്കര രോഷമുണ്ട് മാത്യു. അത് സത്യമാണത്. അങ്ങ് അത് കണ്ടുപിടിച്ചത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് വേദനയുണ്ട്, അതും അങ്ങ് പറയേണ്ടേ. എൻ്റെ വേദന എന്താണെന്നറിയോ? ഈ പരമപവിത്രമായ കൊടിമരം നമ്മുടെ അമ്പലങ്ങളിലുണ്ട്. അത് പള്ളികളിലേക്കെടുത്ത് ഭാരതവൽക്കരണമാണെന്ന് വരുത്തി ആ കൊടിമരത്തിൽ ഈ പുണ്യാത്മാവായ യേശു ക്രിസ്തുവിനെ ആണിയടിച്ചു കൊന്ന കുരിശു വയ്ക്കാം. ഭാരതത്തിൻ്റെ പൈതൃകമായിട്ടുള്ള കൽവിളക്കിൻ്റെ മുകളിൽ കുരിശു വയ്ക്കാം. നമ്മുടെ പിച്ചളയുടെ നല്ല വിളക്കിൻ്റെ മുകളിൽ കുരിശു വയ്ക്കാം. അതേപോലെ തന്നെ വിഷുക്കണി കുരിശു വെച്ച് കാണാം. ഈ വിജയദശമി ദിവസം കുരിശു വരച്ചിട്ട് വിദ്യാരംഭം നടത്താം. അങ്ങനെയുള്ള ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മകളെ മുഴുവനും ഈ കുരിശിൻ്റെയും അല്ലെങ്കിൽ ഈ നെഗറ്റീവിൻ്റെയും അടുത്തേക്ക് കൊണ്ടുപോകുന്നതിൽ, അത് തിരിച്ചറിയാൻ പറ്റാതെ കുറേ കോപ്രായത്തരം കാണിക്കുന്നതിൽ മാത്യു, സത്യമാണ് നിങ്ങൾ പറഞ്ഞത്, എനിക്ക് ഒത്തിരി വേദനയുണ്ട്. പിന്നെ അടുത്ത് അങ്ങ് പറയുകയുണ്ടായി സനാതനം എന്ന് പറഞ്ഞ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണെന്ന്. തെറ്റാ മാത്യു. സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം അച്ഛേദ്യോയോ മദാഹ്യോയോ മക്കളേദ്യോ അശോഷ്യ ഏവജ നിത്യം സർവഗതസ്ഥാണു രചലോയം സനാതന. നന്മകളെ എല്ലാത്തിനെയും സ്വീകരിക്കുന്നതാ. എല്ലാത്തിനെയും സ്വീകരിക്കുന്നതായിരുന്നെങ്കിൽ ശ്രീരാമൻ ലങ്കയിൽ ചെന്ന് രാവണനെ വധിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. രാവണനെയും സ്വീകരിക്കുമായിരുന്നു. ശ്രീകൃഷ്ണൻ സ്വന്തം അമ്മാവനായ കംസനെ വധിക്കുമായിരുന്നില്ല, കംസനെയും സ്വീകരിക്കുമായിരുന്നു. ദുര്യോധനാദികൾ ബ്രദേഴ്സാണെന്ന് അറിഞ്ഞിട്ടും അധർമ്മത്തിനും അനീതിക്കും അന്യായത്തിനും വേണ്ടി നിന്നതുകൊണ്ട് അവരെ വധിക്കാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. തന്നെ വളർത്തിയ ഭീഷ്മര് പോലും അധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നു, അതുകൊണ്ട് വധ്യാർഹനാണ് എന്ന് പറയണ്ടേ. ഇപ്പം സനാതനധർമ്മം എല്ലാത്തിനെയും സ്വീകരിക്കുന്നതല്ല, നന്മയെ സ്വീകരിക്കുന്നതാണ്. അങ്ങ് ധരിച്ചേക്കല്ലേ എല്ലാ തരത്തിലുള്ള കൊള്ളിവെപ്പും കൊള്ളയും അനീതിയും അന്യായവും നിങ്ങൾ ചെയ്യുന്നതെല്ലാം സനാതനധർമ്മം സ്വീകരിക്കുമെന്ന് ധരിക്കുന്നത് മാത്യു നിങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ്. പിന്നെ ഗോപാലകൃഷ്ണൻ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്കോട്ട് വോട്ട് ചെയ്യാൻ വലുതായിട്ട് പോയിട്ടും ഇല്ല. ഇപ്പോഴും എനിക്ക് പഞ്ചായത്തിൽ വോട്ട് ചെയ്യാനുള്ള മാത്രം കാർഡേ ഉള്ളൂ. എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിലും എൻ്റെ പേരില്ല. ഞാൻ അതിനു വേണ്ടി പറയാറുമില്ല, നടക്കാറുമില്ല. അങ്ങയ്ക്ക് ഉത്തരം മുട്ടുമ്പോൾ എനിക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് പറയല്ലേ മോനെ, അത് തെറ്റല്ലേ? പിന്നെ ഭാരതത്തിന് 10,000 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങയ്ക്ക് അത്ര പിടിച്ചില്ല എന്ന് തോന്നുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഭാരതീയ പൈതൃകത്തിനും ഭാരതീയ ധർമ്മത്തിനും 10,000 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞത് MV സ്മിത്ത്, മുഖോപാധ്യായ, ചതോപാധ്യായ തുടങ്ങിയ 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പലരും ചരിത്രകാരന്മാർ, അന്ന് ഐസോടോപ്പ് സ്റ്റഡി ഒന്നുമില്ല, കാർബൺ ഡേറ്റിംഗ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് എഴുതി വെച്ച ചരിത്രം, കാർബൺ ഡേറ്റിംഗ് തുടങ്ങിയ സിസ്റ്റം വന്നപ്പോൾ എല്ലാം അടിമുടി മാറി. പിന്നെ ഇംഗ്ലീഷുകാർക്ക് വേറൊരു ലക്ഷ്യവും കൂടി ഭാരതത്തിൽ വന്ന് ഭാരത ചരിത്രത്തിന് കുറച്ച് പ്രായമുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്താ കാരണം അറിയോ? BC 4012 ഒക്ടോബർ 4-ാം തീയതി ആദവും അവ്വയും ജനിച്ചത് BC 4012. അപ്പൊ ലോകത്തിലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നും ആദത്തിനപ്പുറത്തേക്ക് പോകാൻ അവർ അനുവദിക്കില്ല. കാരണം ആദം ഉണ്ടായത് BC 4012 ഭാരതീയ സംസ്കാരത്തിന് 10,000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയും അംഗീകരിക്കാതിരിക്കാനാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാര് 1500 വർഷം എന്നൊക്കെ പറഞ്ഞത്. കാർബൺ ഡേറ്റിംഗ് വന്നതോടുകൂടി മോഹൻജോദാരോ, ഹാരപ്പ, ചിഞ്ചുദാരോ, കാലിബംഗാൻ, ഭഗവാൻപുര തുടങ്ങിയ 1015ഓളം സൈറ്റുകളിൽ കാർബൺ ഡേറ്റിംഗ് വെച്ച് നടത്തിയപ്പോൾ ഓൾഡസ്റ്റ് ആർട്ടിഫാക്റ്റ്, കോപ്പർ ബേസ്ഡ് ആർട്ടിഫാക്റ്റ് കിട്ടിയത് BC 8275 പ്രോഡക്റ്റാണ്. അപ്പൊ BC 8275 പ്ലസ് AD 2012, അങ്ങനെയാണ് ഞാൻ 10,000 എന്ന് പറഞ്ഞത്. അങ്ങക്ക് വേദനിച്ചെങ്കിൽ അത് അങ്ങയുടെ അജ്ഞതയാണ്. അങ്ങ് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചു എന്ന് പറയുന്നില്ലേ? സിന്ധു നദീതട സംസ്കാരം, അതേപോലെ തന്നെ ഹാരപ്പൻ സംസ്കാരം, അതൊക്കെ ഇംഗ്ലീഷുകാരുടെ സൃഷ്ടിയാണ്. ഈ ക്രിസ്തുമതം എങ്ങനെയാണോ ഇംഗ്ലീഷുകാരെ പോലെയുള്ളവർ പ്രചരിപ്പിച്ചത്,
അതേപോലെയാണ് അവർ ചരിത്രം പ്രചരിപ്പിച്ചത്. ഇംഗ്ലീഷുകാർ പറയുന്നതും കേൾക്കുന്നതും വിശ്വസിക്കുന്നതും മാത്രം ചരിത്രം എന്ന് ധരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതേപോലെയുള്ളതിലൊക്കെ വിഷമം തോന്നുന്നത്. പിന്നെ വേദകാലം സ്കോട്ട്ലാൻഡിലും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൃഹസ്പതി പ്രഥമം ജായമാനം ദൃശ്യം നക്ഷത്രം അഭിസംഭൂവ, ഋഗ്വേദത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മണ്ഡലത്തിലെ ഏതാണ്ട് അവസാനിക്കാൻ വരുന്ന മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, വ്യാഴം ഗ്രഹം, ജൂപ്പിറ്റർ ഗ്രഹം പൂയം നക്ഷത്രത്തെ മറിച്ച് അപ്പുറത്തേക്ക് കടന്നപ്പോൾ അത് പുതിയതായിട്ട് ജനിച്ചതുപോലെ തോന്നി എന്ന്. അപ്പോൾ വ്യാഴഗ്രഹം പൂയം നക്ഷത്രത്തെ മറിച്ചത് BC 4200 BC 4250 ±50 എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പൊ എത്ര വർഷമായി? ഋഗ്വേദത്തിന്റെ അവസാനത്തെ ഭാഗം എഴുതിയിട്ട് 6250 വർഷമായി. അപ്പോൾ ആ മന്ത്രങ്ങൾ എഴുതിയത്, അത് കഴിഞ്ഞിട്ട് ആ ഭാഷ ഉണ്ടായത്, ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായത്, ഇതെല്ലാം നോക്കാം എത്ര കാലമായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് BC 1500 ആരോ ഒരാള് ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാര് ഇവിടെ നിങ്ങൾ വരത്തന്മാരാണ്, ഞങ്ങളും വരത്തന്മാരാണ്, നിങ്ങളുടെ ഗ്രന്ഥത്തിന് 1500 വർഷത്തെ പഴക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നത് അതേപോലെ കുടിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവര്. മാത്യു, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന സുവിശേഷം കുറെ പാവങ്ങൾ കുടിക്കുന്നില്ലേ? അതേപോലെയാണ്. ഓവാലേഷൻ ശാസ്ത്ര മണ്ഡലത്തിൽ 25 വർഷം വർക്ക് ചെയ്ത ആളാണ്, ഇന്ത്യയിലും അമേരിക്കയിലും കാനഡയിലും. അതുകൊണ്ട് പറയുന്നതിന് ഉത്തരവാദിത്വമുണ്ട്. സത്യമേ പറയൂ, ജീവിതത്തിൽ പകർത്തിയതേ പറയൂ. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. പിന്നെ ഋഗ്വേദം കാബൂളിലാണ് ഉണ്ടായതെന്ന് പറയുന്നു. അങ്ങക്ക് ഇത്ര ഉറപ്പെന്താ? അങ്ങത് എഴുതിയ കാലത്ത് ഉണ്ടായിരുന്നു അവിടെ. ഭാരതം അതിവിസ്തൃതമായിരിക്കുന്ന കാലത്ത്, അഖണ്ഡ ഭാരതം ഉണ്ടായിരുന്ന കാലത്ത് ഭാരതീയമായ വിവിധ പ്രദേശങ്ങളിൽ 210 ഋഷിവര്യന്മാർ എഴുതിയ മന്ത്രങ്ങൾ കൃഷ്ണദ്വൈവായനൻ ക്രോഡീകരിച്ചാണ് ഋഗ്വേദത്തിന് ജ്ഞാനകാന്ഡം ഉണ്ടാക്കിയത്. അപ്പൊ കൃഷ്ണദ്വൈവായൻ അഥവാ വ്യാസകുലത്തിൽ ജനിച്ചവര് ജ്ഞാനത്തെ ഋഗ്വേദത്തിലും കർമ്മഭാഗത്തെ യജുർവേദത്തിലും കലാപരമായിട്ടുള്ള സംഗീതാത്മകമായതിനെ സാമവേദത്തിലും സാധാരണ ജനതയുടെ വിഷയങ്ങൾ അഥർവവേദത്തിലുണ്ടായി. ഇത്ര കറക്റ്റായിട്ട് കാബൂളിലാണെന്ന് പറയുമ്പോഴത്തേക്കും മാത്യു നിങ്ങൾ കാബൂളിൽ ഉണ്ടായിരുന്ന മാതിരി തോന്നുന്നുണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? യൂട്യൂബ് നല്ല ബുദ്ധിമാന്മാർ കാണുന്നുണ്ടെന്ന്. പിന്നെ എന്തെങ്കിലും പറയാനാണ് എങ്കിൽ ഇത് സുവിശേഷമല്ലല്ലോ. പിന്നെ ആര്യദ്രാവിഡം നിങ്ങൾക്കറിയോ, ഡൽഹി യൂണിവേഴ്സിറ്റിയും JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഉൾപ്പെടെ ഇടതുപക്ഷ ചിന്തകരും പണ്ഡിതരും ഉൾപ്പെടെ ലോകം മുഴുവനും മെക്കോളയും മാക്സ് മുള്ളറും ചേർന്ന് ഉണ്ടാക്കിയ ആര്യൻ അധിനിവേശം എന്നത് ശുദ്ധ സംബന്ധമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ആര്യന്മാർ എവിടെ നിന്ന് വന്നു? ചിലർ പറഞ്ഞിരുന്നു ആർട്ടിക് ഓഷ്യൻ, ചിലർ പറഞ്ഞു സ്വിറ്റ്സർലൻഡ്, ചിലർ പറഞ്ഞു യൂറോപ്പ്, ഹിറ്റ്ലർ പറഞ്ഞു അത് ജർമ്മനിയിൽ നിന്നാണെന്ന്, വേറെ ചിലർ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അവസാനം മാക്സ് മുള്ളർ തന്നെ പറഞ്ഞു ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നവരാണെന്ന് തെളിയിക്കേണ്ടത് ഇംഗ്ലീഷുകാരുടെ ആവശ്യമായിരുന്നു. കാരണം ആര്യന്മാർ പുറത്തു നിന്ന് വന്നു പണ്ട്, ഞങ്ങൾ പിന്നീട് പുറത്തു നിന്ന് വന്നു എന്ന് തെളിയിക്കേണ്ടത് ഇംഗ്ലീഷുകാരുടെ ആവശ്യമാണ്. അപ്പൊ ഇന്ത്യക്കാരെ അടിമകളാക്കാൻ ഇംഗ്ലീഷുകാർ ഉപയോഗിച്ച മെക്കോളയും മാക്സ് മുള്ളറും, പിന്നീട് മാക്സ് മുള്ളർ മാറി, അവർ ചേർന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ച സിദ്ധാന്തമാണ് ആര്യൻ അധിനിവേശം. അന്നത് കേൾക്കാനും ഉപയോഗിക്കാനും ഇംഗ്ലീഷുകാരായ പണ്ഡിതന്മാർ ധാരാളം ഉണ്ടായിരുന്നു, സോ കോൾഡ് പണ്ഡിതന്മാർ. പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി അവർ ചെയ്തത് തെറ്റാണെന്ന്. അന്ന് അതിഗംഭീരമായ രീതിയിൽ മാക്സ് മുള്ളർ അതേ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞു, ആര്യൻ എന്നുള്ളതൊരു വംശമല്ല, ആര്യൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശ്രേഷ്ഠൻ എന്നാണ്. കൃണ്വന്തോ വിശ്വമാര്യം, ലോകത്തെ ശ്രേഷ്ഠന്മാരുടെ തറവാടാക്കി മാറ്റാമെന്ന് വേദങ്ങൾ പറയുന്നു. ആര്യവേപ്പ്, ആര്യവൈദ്യശാല, ആര്യപുത്ര, ആര്യാവർത്തം, ഇതെല്ലാ വാക്കുകളും ഒരു പ്രത്യേക സമൂഹത്തിനെയോ ഒരു ക്രീറ്റിനെയോ ചൂണ്ടിക്കാണിക്കുന്നതല്ല, മറിച്ച് മഹത്തരമായ ഗ്രേറ്റ്, ഗ്ലോറിയസ്, റിനൗണ്ട്, ഫേമസ് എന്ന വാക്കിനാണ് ആര്യൻ. ദ്രാവിഡൻ എന്ന വാക്ക് വേദത്തിൽ ഇല്ല മാത്യു. ചുമ്മാ ആരെങ്കിലും ഛർദ്ദിച്ചത് അതേപോലെ എടുത്ത് നിങ്ങൾ തിന്നല്ലേ? അത് മോശമല്ലേ മാത്യു? നിങ്ങളൊരു ബ്രദറിന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളല്ലേ? യേശു ക്രിസ്തുവിന്റെ പ്രവാചകനല്ലേ? പച്ച നുണയം പറഞ്ഞുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ആലോചിക്കണ്ടേ മാത്യു? ഈ ദ്രാവിഡൻ എന്ന വാക്കില്ല. മോണലിയർ എന്ന വ്യക്തി, ഇന്നും കേംബ്രിഡ്ജിൽ പോയ മോൺലിയർ ലൈബ്രറി അവിടെയുണ്ട്, ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ആ മോൺലിയർ എന്ന വ്യക്തി
ഈ തമിഴ് ഭാഷയിൽ 2500ഓളം സംസ്കൃത വാക്കുകൾ എടുത്ത് മാറ്റി തമിഴിന് ഒരു ഡിക്ഷണറി ഉണ്ടാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, കണ്ടില്ലേ നിങ്ങളുടെ തമിഴിൽ സംസ്കൃതം ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ആര്യന്മാരല്ല, നിങ്ങൾ ദ്രാവിഡന്മാരാണ്, തമിഴിൽ സംസ്കൃതം ഇല്ലാത്തതുകൊണ്ട് 2500ഓളം സംസ്കൃത വാക്ക് തമിഴിലുള്ളത് എടുത്ത് മാറ്റി അങ്ങനെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കി അതിൽ സംസ്കൃതം ഇല്ലെന്ന് വരുത്തി ആ തമിഴരെ ദ്രാവിഡന്മാരാണെന്ന് മുദ്ര കുത്തി ആര്യ ദ്രാവിഡ സംസ്കാരവും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റും ഉണ്ടാക്കേണ്ടത് ഇംഗ്ലീഷുകാരുടെയും മാത്യുവിനെ പോലെയുള്ള ചിലരുടെയും ആവശ്യമാണ്. അങ്ങനെ ഇവിടെ ആര്യ ദ്രാവിഡം ഉണ്ടായിട്ടില്ലെന്ന് മിഷേൽ ഡാനിനോ മാത്രമല്ല, ഇന്ന് ലോകത്തിലെ ഏതാണ്ട് എല്ലാ ചരിത്രകാരന്മാർക്കും അറിയാവുന്ന, പണ്ട് എഴുതിയ പുസ്തക കയ്യിലുള്ളതെങ്കിൽ അത് തന്നെ വായിച്ചിട്ട് വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ഗോപാലകൃഷ്ണൻ ഇല്ല. പിന്നെ മഹാഭാരതം AD 950 എഴുതിയിരിക്കുന്നത് കൃഷ്ണവാര്യർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സുഗതകുമാരിയും പറഞ്ഞിട്ടുണ്ട്. NV കൃഷ്ണവാര്യർ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പ്രേതം എങ്ങാനും മാത്യുവിനെ പിടിച്ചാൽ ഇപ്പൊ തന്നെ വേറൊരു പ്രേതം പിടിച്ചിട്ടുണ്ട്, ഇസ്രായേലിൽ ഉണ്ടായ പ്രേതം. ഇനി NV കൃഷ്ണവാര്യരുടെ പ്രേതവും കൂടി അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിച്ച ഈ അബദ്ധങ്ങൾ കൊണ്ട് പിടിച്ചാൽ മാത്യു നിന്നു പൊറുക്കാൻ പറ്റില്ല. സുഗതകുമാരി ജീവിച്ചിരിക്കുന്നുണ്ട്. AD 950 മഹാഭാരതം ഉണ്ടാക്കി എന്നുള്ള അബദ്ധം നിങ്ങളെ പഠിപ്പിച്ച ഏതെങ്കിലും അച്ഛനുണ്ടെങ്കിൽ ആദ്യം ആ അച്ഛനോട് പറയാം, കർത്താവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. ഇത് യേശു ക്രിസ്തു മാത്യു നിങ്ങളെ പോലെയുള്ളവരെ കുറിച്ച് പറഞ്ഞതാ. അതായത് ഇപ്പോഴും അറിയാം, കലിയുഗം തുടങ്ങിയത് BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച രാത്രി 11:55. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച രാത്രി 11:55 ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, പിന്നെ ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, ഇത്രയും ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും മേടസംക്രാന്തി രേഖയിൽ വന്ന സമയം. ഗ്രഹങ്ങളുടെ യോഗം സംഭവിച്ചതുകൊണ്ട് യുഗം ഉണ്ടായി. അതിന് 38 വർഷങ്ങൾക്ക് മുൻപാണ് മഹാഭാരത യുദ്ധം നടന്നത്. ഇത് റോബർട്ട് ചിൽഡ്രസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ച് കുരുക്ഷേത്രയിൽ നടത്തിയ പഠനത്തിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ട്. റോബർട്ട് ചിൽഡ്രസിന്റെ ഡീറ്റെയിൽ അവൈലബിൾ ആണ്, ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം വിവരിച്ചിട്ടുണ്ട്. അപ്പൊ മഹാഭാരത യുദ്ധം നടന്നത് BC 3140 51 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. മഹാഭാരതത്തിന് രൂപം നൽകിയത് ഇതേ രൂപത്തിലായത് ഒരു പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങൾ AD 950 പറയുമ്പോഴത്തേക്കും ചുമ്മാ കേൾക്കുന്നവർ വിശ്വസിക്കുന്ന ധരിക്കല്ലേ മാത്യു. അബദ്ധം എഴുന്നള്ളിക്കുമ്പോഴും മുമ്പിൽ ആൾക്കാർ തല്ലാനില്ലെങ്കിലും കേൾക്കുന്നവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചും നിങ്ങൾ പ്രചരിപ്പിക്കുന്ന സുവിശേഷത്തെക്കുറിച്ചും എന്തായിരിക്കും. പിന്നെ 450 രൂപ കൂലി കൊടുത്ത് സുവിശേഷം പ്രചരിപ്പിക്കുന്നവർക്ക് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ മഹാഭാരതത്തിലെ കഥകൾ, സത്യ മാത്യു പറഞ്ഞത്, മഹാഭാരതത്തിന് പ്രൈം തീമുണ്ട്, പാണ്ഡവരുടെ കൗരവരുടേതായിട്ടുള്ള ചരിത്ര ഭാഗം. പിന്നെ അവരോട് ഭീഷ്മരും ശ്രീകൃഷ്ണനും വിതുരനും മറ്റു ഋഷിവര്യന്മാരും പറഞ്ഞു കൊടുക്കുന്ന പച്ച കഥകൾ ആയിരക്കണക്കിനുണ്ട്. അപ്പോൾ ചരിത്ര ഭാഗത്തിനകത്ത് അനവധി കഥകൾ ചേരുന്നതാണ് 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം. മഹാഭാരതത്തിൽ കഥകൾ ചേർന്നു എന്നുള്ളത് കൊണ്ട് മാത്യുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ചരിത്ര ഭാഗത്തിനകത്ത് കഥകൾ ചേരാൻ പാടില്ലെന്നില്ല. അത് കഥകളായിട്ട് തന്നെയാ പറയാം. അത് മൂങ്ങയുടെ ഉണ്ട്, ആടിൻ്റെ ഉണ്ട്, പശുവിൻ്റെ ഉണ്ട്. അതെല്ലാം ഈ കേൾക്കുന്ന വ്യക്തികൾക്ക് ആവേശവും ആത്മവിശ്വാസവും നൽകാൻ വേണ്ടി കൊടുക്കാം. അതുകൊണ്ട് ആ പഞ്ചതന്ത്രം കഥ അമേരിക്കയിലെ CIA ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പൊ കഥകൾ തെറ്റൊന്നുമല്ല, അങ്ങനെ കഥകൾ പറയുന്നു. ചരിത്രത്തിന്റെ കൂട്ടത്തില് കഥകൾ ചേർക്കുന്നുണ്ട്. പിന്നെ മനുസ്മൃതി. മനു എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യൻ എന്ന, അല്ലാണ്ട് ഒരാളല്ല. മനുസ്മൃതിയെ കുറിച്ചിട്ട് മാനിറ്റോബ യൂണിവേഴ്സിറ്റി കാനഡയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കണ്ടത്, ലോകത്തിലെ നിയമം ഉണ്ടാക്കിയ ഒന്നാമത്തെ സമൂഹം മനുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ മനുവിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഒരിക്കലെങ്കിലും ജീവിതത്തിൽ മനുസ്മൃതി വായിക്കാം. നിങ്ങൾക്ക് ബൈബിൾ തന്നെ നിങ്ങൾ വായിച്ചിട്ടില്ലെന്ന് നിങ്ങൾ പറയുന്നതിന് എനിക്ക് ഉറപ്പാണ്. അത് ഞാൻ വായിച്ചിട്ടില്ലെന്നാണ് നിങ്ങളാക്കി തീർത്തത്. ഒരിക്കലെങ്കിലും മനുസ്മൃതി വായിക്കാം, അടിമുടി വായിക്കണം. നമ്മുടെ KR ഗൗരിയമ്മ മനുസ്മൃതി കത്തിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇത് വായിച്ചിട്ടാണോ കത്തിച്ചത്? അല്ല മോനെ, പറ്റിപ്പോയി പിന്നീട് വായിച്ചപ്പോൾ എന്ന് അവർ പറഞ്ഞത്. അവർ ഓർക്കുന്നുണ്ടോന്ന് അറിഞ്ഞോ? അപ്പോൾ 90 വയസ്സായി. ഏതായാലും ഞാൻ നിങ്ങളോട് പറയുന്നു, അറിയാത്തതും വായിക്കാത്തതും കയറിയിട്ട് വിളമ്പല്ലേ. പുറത്തറിയുന്നവർ കുറച്ചു പേരെങ്കിലും ഉണ്ടാവും. ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനുമായ മാത്യുവിനെ പോലെയുള്ളവർ ജയിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം.
ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കേരള ഉണ്ടാക്കാൻ പരശുരാമൻ കോടാലി തന്നെ എടുത്തത്, നിങ്ങൾക്ക് പറ്റിയത്. പിന്നെ പ്രാകൃത ഭാഷ എന്ന ഭാരതത്തിന്റെ ഭാഷകളെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്ത് വിഷമത്തോടുകൂടിയാ മാത്യു പറയണമെന്നറിയാമോ? എന്താ പ്രാകൃതം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്കറിയോ? പുരാ യത് കൃതം തത് പ്രാകൃതം, പണ്ട് തന്നെ നിലനിന്നത് എന്നാണ് പ്രാകൃതം എന്ന വാക്കിന്റെ അർത്ഥം. അത് റെച്ചന്റ് എന്നുള്ള അർത്ഥത്തിലല്ല, അർത്ഥമൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ. പുരാ യത് കൃതം, പണ്ട് തന്നെ എന്താണോ നിലനിന്നത്, ഉണ്ടാക്കിയിരുന്നത്, അത് പ്രാകൃതം. നല്ലൊരു വാക്കാണ് പ്രാകൃതം എന്ന് പറയുന്നത്. നമ്മൾ ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന മാതിരിയുള്ള വാക്കല്ല അത്. മിഷണറിമാര് ദളിതന്മാരെ മനുഷ്യരാക്കിയെന്ന്. മിഷണറിമാര് ശരിക്കും എന്താണ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ ഈ ലോകമെമ്പാടുമുള്ള വ്യക്തികൾ, നിങ്ങൾ ഓസ്ട്രേലിയ പോയാൽ അറിയാം, അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരെ പട്ടികളെ പോലെ കൊന്ന് അത് എത്ര പേരെ കൊന്നു എന്നുള്ളതാണ് ഓരോ ഇംഗ്ലീഷ് മിഷണറിയുടെയും അച്ചീവ്മെന്റ് ആയിട്ട് എടുത്തത്. കോടിക്കണക്കിന് സ്ത്രീകളെയാണ് ഭൂതപ്രേത ബാധയിലൂടെ ഇൻക്വിസിഷനേക്കാൾ ഹീനമായിട്ട് കയ്യും കാലും വലിച്ച് കീറിക്കളഞ്ഞത്. മാത്രമല്ല മാത്യു, ശൂദ്രന്മാരെ മനുഷ്യരാക്കിയത് മിഷണറിമാരല്ല. മിഷണറിമാര് ചെയ്തത് എന്താണെന്ന് കൃത്യം അറിയാവുന്ന പോപ്പ് ലോകം മുഴുവനും മാപ്പ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തിനറിയോ? അവിടെയുള്ള സ്ത്രീകളെ പിഴപ്പിച്ചതിന്. എങ്ങനെയാണോ കന്യാമറിയത്തിന് ഗർഭാധാനം ലഭിച്ചത്, അത് ദൈവപുത്രൻ തന്നെയാണ്. പക്ഷേ മറ്റെല്ലാ സ്ഥലത്തും ഈ മിഷണറിമാരുടെ മക്കള് അവര് പ്രതിഷേധം നടത്തുമ്പോഴാണ് മാപ്പ് പറയാനായിട്ട് പോപ്പ് അതാത് ദേശത്തിലേക്ക് പോകുന്നത്. നമ്മുടെ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന വലിയ 10,000-കണക്കിന് ഹിന്ദുക്കളെ കൊന്നവരെ പോലെ. അപ്പം മിഷണറിമാര് മനുഷ്യരെ നല്ല രീതിയിലാക്കി എന്നൊന്നും പറയല്ലേ, അതൊക്കെ ആർക്കും അറിയാത്തവന് പ്രയോജനപ്പെടും. മിഷണറിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന 100 കണക്കിന് പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾ കരയും. അതിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് നോർത്ത് ഈസ്റ്റിൽ പോയാൽ ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങൾ പറഞ്ഞത് വിദേശത്തിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനവും അമൃതാനന്ദമയ്യെ പോലെയുള്ളവര് അവരെ അവിടെയുള്ള ക്രിസ്ത്യാനികളെയൊക്കെ ഹിന്ദു വഴിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നല്ല പണ്ഡിതരും ബുദ്ധിമാന്മാരും വിദ്യാഭ്യാസമുള്ളവരും അല്ലേ അവിടെയുള്ള മനുഷ്യര്? അവര് ദളിതരൊന്നും അല്ലല്ലോ, അവര് ശൂദ്രരും അല്ലല്ലോ, അവര് അജ്ഞരും അന്ധകാരത്തിൽ കഴിയുന്നവരൊന്നും അല്ലല്ലോ. നല്ല വിദ്യാഭ്യാസമുള്ളവർ ആരുടെയെങ്കിലും പുറകെ പോയാൽ അതിന്റെ അർത്ഥം എന്താ? പിന്നെ പുറകെ പോയവർ കുറച്ച് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് തിരിച്ച് ക്രിസ്തുമതത്തിലേക്ക് പോണില്ല? നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ, നാഗാലാൻഡിലെ ആൾക്കാർ എന്തുകൊണ്ട് തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് പോകുന്നില്ല എന്ന്. ഹിന്ദു മതത്തിന് മഹത്വം ഉണ്ടായിരുന്നെങ്കിൽ അവര് തിരിച്ചു പോകേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അവര് പ്രാകൃതരാ നിങ്ങളുടെ വാക്കിൽ പറഞ്ഞാൽ, അവർ ദളിതരാ നിങ്ങളുടെ വാക്കിൽ പറഞ്ഞാൽ, അവർ പാവപ്പെട്ടവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. പക്ഷെ അവര് തിരിച്ചു പോയില്ല, കാരണം നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് ധരിച്ച. നേരെ മറിച്ച് ഈ യൂറോപ്പിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഭാരതീയ പൈതൃകത്തിലേക്ക് വരുന്നവര് കാലാകാലം കഴിഞ്ഞിട്ടും തിരിച്ച് ബൈബിളാണ് ശരി എന്ന് പറഞ്ഞ് പോവാതിരിക്കാനുള്ള കാരണം എന്താ? ഏതിലാണോ സത്യമുള്ളത് അതിലവർ നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വാദിക്കാനും ജയിക്കാനും വേണ്ടി പറഞ്ഞതല്ല, വെറുതെ നിങ്ങൾ ചിന്തിക്കാം. നിങ്ങൾ പറഞ്ഞ പോയിന്റിന് ഞാൻ ആൻസർ പറയാം. അമൃതാനന്ദമയും ബാബയും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്. ഒരൊറ്റ വരി ഞാൻ നിങ്ങൾക്ക് ഉത്തരമായിട്ട് തരാം. നിങ്ങൾക്കറിയാം, ബാബയുടെ അവിടെ പുട്ടപർത്തിയിൽ ഫ്രീ ആയിട്ട് ഹാർട്ട് സർജറി നടത്തുന്നുണ്ട്. അതിൽ 62% സർജറി നടത്തുന്നത് ഈ മലപ്പുറത്തെ നല്ല റിച്ച് ആയിട്ടുള്ള മുസ്ലിങ്ങളാണ്. 18% ഹാർട്ട് സർജറി ഫ്രീ ആയിട്ട്, എല്ലാം ഫ്രീ ആയിട്ടാണ് നടത്തുന്നത് ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളാണ്. ബാക്കി കഷ്ടിച്ച് 20% ഹിന്ദുക്കൾ പാവങ്ങൾക്കുള്ളൂ. അങ്ങനെ എത്ര ആശുപത്രികൾ നിങ്ങൾ നടത്തുന്നുണ്ട്, ഈ മതപരിവർത്തനത്തിന് നടക്കുന്ന ക്രൈസ്തവ സമൂഹം നടത്തുന്നുണ്ട്. അമൃതാനന്ദമായി വീട് വെച്ച് കൊടുത്തതും അവർക്ക് ഓരോന്ന് ചെയ്തു കൊടുത്തതും ഒരിക്കലും അവൻ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ നോക്കിയിട്ടല്ല. അവരെ മതപരിവർത്തനം നടത്തിയിട്ടുമില്ല. മാത്രമല്ല, ബാബ സ്വന്തം പ്രയത്നം കൊണ്ട് ഉള്ളവർ തന്ന പൈസ കൊണ്ടാണ് ചെന്നൈയിലേക്ക് വെള്ളം എത്തിച്ചത്. ചെന്നൈയിലേക്ക് വെള്ളം എത്തിച്ചപ്പോൾ സായിബാബ പറഞ്ഞില്ല ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കൊടുക്കരുതെന്ന്. അത് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ സത്യങ്ങൾ മറച്ചു വെക്കല്ലേ. എന്തെങ്കിലും പറയുമ്പോൾ അരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ മാത്യു നിങ്ങളെപ്പോലെയുള്ളവർ പറയുന്നത് പയർ 5 നാഴി എന്നുള്ളതാണ്. എന്താണെന്നറിയാമോ? ഉത്തരം കിട്ടാതെ വരുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. നിങ്ങൾ ഒരിക്കൽ പുട്ടപർത്തിയിലേക്ക് പോകണം. ഫിലിപ്പം പ്രസാദിനെ പോലെയുള്ള നക്സലൈറ്റ് ആയിരുന്നവരൊക്കെ മാറാൻ കാരണം എന്താണെന്നറിയണം. അവിടെ നടക്കുന്നത് എന്താണെന്നറിയണം. അതേപോലെ മാതാ അമൃതാനന്ദമയുടെ അടുത്തേക്ക് പോകണം. അമേരിക്കയിലും കാനഡയിലും അമൃതാനന്ദമയി വന്നപ്പോൾ എനിക്ക് സമയം ഉണ്ടായിരുന്നത് കൊണ്ട് പോവുകയുണ്ടായി.
അവിടെയൊക്കെ ആയിരക്കണക്കിന് കന്യാസ്ത്രീകൾ, അച്ഛന്മാര് അമൃതാനന്ദമയുടെ മുമ്പിൽ വന്ന് കരയുന്നത് ഞാൻ കണ്ടു. 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും PhDയും ഡോക്ടർ ഓഫ് ലിറ്ററേച്ചറുമുള്ള ഗോപാലകൃഷ്ണൻ പറയുന്നത് സത്യമാണത്, ഇതിൽ അസത്യം ഇല്ല. അപ്പൊ ആലോചിച്ച് നോക്കാം, ഇത്രയും കന്യാസ്ത്രീകളും അച്ഛന്മാരും ഈ വിദേശ രാജ്യങ്ങളിൽ അമ്മ വരുമ്പോൾ പോവാൻ കാരണം എന്താ? എറണാകുളത്തെ കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അമ്മയുടെ 50ാം വാർഷികം ആഘോഷിച്ച സമയത്ത് എത്ര ക്രിസ്ത്യാനികൾ അവിടെ വന്നത്, എത്ര അച്ഛന്മാരാ വന്നത്? എന്താ കാരണം? ഇത്രയും അധികം അമ്മയും ബാബയും ഒക്കെ പ്രശ്നക്കാരാണെങ്കിൽ ഇവരൊക്കെ പോവായിരുന്നു. ശ്രീ രവിശങ്കർ അല്ലേ പാകിസ്ഥാനിലേക്ക് അടുത്ത കാലത്ത് പോയത്? ശ്രീ രവിശങ്കർ ഇറാഖിലെ, ഇറാനിലെ എല്ലാ സ്ഥലത്തും പോയിട്ട് അവരെല്ലാം മുസ്ലിങ്ങളല്ലേ, അവരെ ആശ്വസിപ്പിച്ചു വന്നത്. ആരെങ്കിലും മതം മാറ്റി എന്ന് തോന്നുന്നുണ്ടോ? മാത്യു സത്യത്തിന്റെ നേരെ കണ്ണടക്കരുത്. മാത്യു, യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെയാണ് യേശു ക്രിസ്തുവിനെ വധിച്ചതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ നാഗാലാൻഡിൽ നടന്ന കാര്യങ്ങൾ മാത്യുവിന് അറിയാമോ? നാഗാലാൻഡിൽ എന്താ നടന്നതെന്ന്? ഞാൻ പറയാതെ, ഈ പാവപ്പെട്ടവരുടെ മുമ്പിൽ ചെന്നിട്ട് അവരോട് പ്രഭാഷണം നടത്തുമ്പോൾ അവര് ഗ്രൗണ്ടിലേക്ക് വരുന്നതിന് മുമ്പ് മൈക്ക് സെറ്റ് മരത്തിന്റെ മുകളിൽ കെട്ടിവെക്കും. എന്നിട്ട് ഈ പാതിരിമാര്, ഈ മിഷണറിമാര് പലതും സംസാരിക്കും. അപ്പൊ ഈ മരത്തിന്റെ മുകളിൽ കെട്ടിവെച്ച മൈക്കിനെ കുറിച്ച് ഈ പാവങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഈ പാതിരിമാര് പറയും, ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്ന ശബ്ദമാണ്, നിങ്ങളെ വിളിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറ്റിച്ചിട്ടാ മതം മാറ്റിയത് 90%. പിന്നെ കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും 2 വിഗ്രഹം പച്ച പെയിന്റ് അടിച്ചുണ്ടാക്കി വെള്ളത്തിലിടും. കൃഷ്ണന്റെ വിഗ്രഹം കല്ലുകൊണ്ട് ഉണ്ടാക്കിയത്, ക്രിസ്തുവിന്റെ വിഗ്രഹം മരം കൊണ്ട് ഉണ്ടാക്കിയത്. ഏത് ദൈവമാണോ സത്യമായിട്ടുള്ളത് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കെന്ന് പറയും. 2 പച്ച പെയിന്റ് ഈ പാവങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ മരം കൊണ്ടുണ്ടാക്കിയ ക്രിസ്തുവിന്റെ വിഗ്രഹം പൊങ്ങിയിരിക്കും, കല്ലുകൊണ്ടുണ്ടാക്കിയ കൃഷ്ണന്റേത് വെള്ളത്തിൽ താഴും. അപ്പൊ അവർ ക്രിസ്തു മതത്തിലേക്ക് വരും. വെറും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചുമാണ് മാത്യു നാഗാലാൻഡിലും മിസോറാമിലും അരുണാചലിലും ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ മതം മാറ്റിയത്. ഈ നാഗാലാൻഡിലെ ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് പോണില്ല എന്ന് മാത്യു ചോദിച്ചില്ലേ? നിങ്ങൾക്കറിയോ? അവിടുത്തെ ബിഷപ്പുമാരും ഈ മിഷണറിമാരുടെ നേതാക്കന്മാരും കഴിഞ്ഞ 3 വർഷമായിട്ട് ആക്രോശിക്കുന്നത് കുംഭമേളയ്ക്ക് ആയിരക്കണക്കിന് നാഗന്മാർ പങ്കെടുക്കുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഈ ബിഷപ്പുമാർ പറഞ്ഞ വാക്കുകൾ, ഇനി ഏതെങ്കിലും ഹിന്ദു ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ മതം മാറ്റാൻ ഇങ്ങോട്ട് വന്നാൽ ജീവനോടെ അവർ തിരിച്ചു പോവില്ലെന്നാ പറഞ്ഞത്. ഇതൊക്കെ യേശു ക്രിസ്തുവിന്റെ അനുചരന്മാർക്ക് ചേർന്ന വാക്കാണോ മാത്യു? വെറുതെ ചിന്തിച്ചു നോക്കാം. ഞാൻ പറയുന്നത് മുഴുവൻ അതേപോലെ എടുക്കണ്ട. അതേപോലെ തന്നെ യഹോവ മറ്റുള്ളവരെ വധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അത് ഗോപാലകൃഷ്ണൻ ബൈബിൾ വായിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ല. ഞാൻ ഈ ഭാരതം ക്രിസ്തുമതത്തിലേക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഗ്രന്ഥത്തിൽ കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ മാത്യു. ഏതായാലും യഹോവയുടെ വരികൾ ഞാനൊന്ന് വായിക്കാം. ഒന്ന് പുറപ്പാട് 22-ാം അധ്യായം 20 കർത്താവ് പറഞ്ഞു, കർത്താവിനല്ലാതെ മറ്റേതെങ്കിലും ദേവന് ബലി നൽകുന്നവനെ നിങ്ങൾ പാടെ നശിപ്പിക്കണം. പിന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ അവരെ തുടച്ചു നീക്കും, അവരുടെ ദേവന്മാരെ സമൂലം നശിപ്പിക്കുകയും ദേവസ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യുക. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുക. പുറപ്പാട് 23-ാം അധ്യായം 24-ാമത്തെ വരി. വീണ്ടും കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു നിരത്തി സ്തംഭങ്ങൾ ഉടച്ച് അശേര വിഗ്രഹങ്ങൾ തകർക്കുക. നീ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്, കാരണം കർത്താവ് അസഹിഷ്ണുവായ ദൈവമാകുന്നു. കർത്താവിന്റെ പേര് അസഹിഷ്ണുത എന്നാകുന്നു. പുറപ്പാട് 34-ാം അധ്യായം 13-ാമത്തെ വരി. അടുത്ത് നോക്കുക, കർത്താവ് പറഞ്ഞു, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരിലേക്ക് നിന്നെ വശീകരിച്ചാൽ നീ വഴങ്ങരുത്, അയാൾക്ക് നീ ചെവി കൊടുക്കരുത്, അയാളോട് കാരുണ്യം ഉണ്ടാകരുത്, അയാളെ നീ വെറുതെ വിടരുത്, ഒളിച്ചു വെക്കുകയും അരുത്, അയാളെ നീ കൊല്ലണം, അയാളെ വധിക്കാൻ നീ ആദ്യം കരമുയർത്തണം, പിന്നീട് ജനങ്ങൾ എല്ലാം കരമുയർത്തണം, നീ അയാളെ കല്ലെറിഞ്ഞു കൊല്ലണം. ആവർത്തനം 13-ാം അധ്യായം 9-ാമത്തെ വരി. കുറെ കൂടി വായിക്കാം, ഇഷ്ടംമാരിയുണ്ട്. എൻ്റെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി ഞാൻ സത്യം ചെയ്യുന്നു. ഇതാരാ പറഞ്ഞറിയോ? മോശെ കർത്താവിന്റെ വരികൾ വായിച്ചു കേൾപ്പിച്ചതാണ്. ആവർത്തനം 32-ാം അധ്യായം 40-ാമത്തെ വരിയിൽ, എൻ്റെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി ഞാൻ സത്യം ചെയ്യുന്നു, എൻ്റെ തിളങ്ങുന്ന വാളിന് മൂർച്ച കൂട്ടി ന്യായം വിധിക്കാനുള്ള അവകാശം കയ്യിലെടുത്ത് എൻ്റെ വൈരികളോട് ഞാൻ പ്രതികാരം ചെയ്യും, എന്നെ വെറുക്കുന്നവരോട് പകരം വീട്ടും, എൻ്റെ അസ്ത്രങ്ങളെ രക്തപാനം കൊണ്ട് ലഹരി പിടിപ്പിക്കും, എൻ്റെ വാളിന് മാംസം ഭക്ഷണമാക്കും, ശത്രുവിൻ്റെ തലയിൽ നിന്ന് രക്തം ഒഴുകും, അവന്റെ ദാസരുടെ രക്തത്തിന് അവൻ പ്രതികാരം ചോദിക്കും. കർത്താവിന്റെ വരികൾ മോശയെ വായിച്ചു കേൾപ്പിച്ചു. ഇത് ബൈബിളിലുള്ളതാണ്. ജോസഫ് പുലിക്കുന്നേൽ വിവർത്തനം ചെയ്ത ബൈബിളിലുള്ളതാണ്. ധാരാളം ഉണ്ട്.
എത്ര വായിച്ചാലും തീരില്ല. ഇത് മുഴുവനും ഞാൻ വായിച്ചിരുന്നല്ലോ. കർത്താവിനൊരു വാളുണ്ട്, അത് രക്തം കുടിച്ച് ചെടിച്ചിരിക്കുന്നു, അതിന് മാംസം തിന്ന് മതിയായിരിക്കുന്നു. കർത്താവിന് ഏദോം ദേശത്ത് ഒരു മഹാസംഹാരമുണ്ട്, കാട്ടുകാളകൾക്ക് പകരം അവിടെ ജനങ്ങൾ വീഴും, വീരന്മാരുടെ ഒരു വർഗം നിലംപതിക്കും. എന്തായി പറഞ്ഞിരിക്കുന്നത്? ഏശയ്യായുടെ വരികൾ. ഏശയ്യ ഒന്ന് വായിച്ചു നോക്കണം. കണ്ടാലും നിങ്ങളുടെ ദൈവം പകരം വീട്ടും, ദൈവത്തിന്റെ പകപോക്കലുമായി ദൈവം എത്തും. ഈ ദേശം ആക്രമിച്ച് നശിപ്പിക്കുവാനാണ് കർത്താവ് എന്നോട് അരുൾ ചെയ്തിരിക്കുന്നത്. ഏശയ്യായുടെ വരികളാ. പിന്നെ ഞാൻ ബൈബിൾ മുഴുവനും വായിച്ചിട്ടില്ല എന്ന് മാത്യു പറയണ്ടേ. മുഴുവനും വായിക്കാൻ എനിക്ക് ചിലപ്പോൾ പറ്റില്ല. കാരണം എന്താ അറിയാം, ചില വരികളുണ്ട്. ആവർത്തനത്തിലെ 25-12 വരികൾ. ഭർത്താവിനെ രക്ഷിക്കാൻ അടുത്തു ചെന്ന് കൈനീട്ടി പരപുരുഷന്റെ ഗുഹ്യാവയവങ്ങളിൽ പിടിക്കുന്ന സ്ത്രീയുടെ കൈ വെട്ടിക്കളയണം, നിന്റെ കണ്ണിൽ അവരോട് കനിവുണ്ടാവരുത്. ഇത് കർത്താവിൻ്റെ ഉപദേശമാണ്. ആവർത്തനം 25-12. ഇങ്ങനെയുള്ള കുറേ ഉപദേശങ്ങളുണ്ട്. ഇതൊക്കെ വായിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഫാക്ട് ഫൈൻഡിങ് സൊസൈറ്റി ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവർ ബൈബിളിലുള്ള ഇതേമാതിരിയുള്ള ക്രൂരമായ വരികൾ 1450 കളക്ട് ചെയ്തിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ബൈബിൾ നിരോധിക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ഹ്യൂസ്റ്റണിൽ പോയപ്പോഴത്തേക്കും കണ്ടതും കേട്ടതുമാണ്. അപ്പോൾ ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ട് മാത്യു. നിങ്ങൾ ധരിക്കുന്ന മാതിരി മനുസ്മൃതി വായിക്കാതെയും മഹാഭാരതം വായിക്കാതെയും നിങ്ങൾ അഭിപ്രായം പറയുന്ന മാതിരി അല്ല ഞാൻ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ശരിക്കും തന്നെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഇന്ത്യക്കാരുടെയും ഗോപാലകൃഷ്ണന്റെയും പാപത്തിനാണ് യേശു ക്രിസ്തു കുരിശിലേറിയതെന്ന്. ഞാൻ ജീവിക്കുന്നത് 2012 മാത്യു. ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥാണ്? അതായത് ഹോൾസെയിലായിട്ട് വരാൻ പോകുന്ന ആൾക്കാർക്കും കൂടിയുള്ള പാപം അങ്ങേരെ ഏറ്റെടുത്തോ? എന്തൊരു അബദ്ധം ഇതല്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്താ ശരിയുള്ളത്? കുറച്ചൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? അതായത് ഈ പാപം ട്രാൻസ്ഫറബിൾ ആണോ? എനിക്ക് വേണ്ടി വേറൊരാൾ ജയിലിൽ പോയി കിടന്നാൽ മതിയോ? എനിക്ക് വിശക്കുമ്പോൾ വേറൊരാൾ ഊണ് കഴിച്ചാൽ മതിയോ? എനിക്ക് ദാഹിക്കുമ്പോൾ വേറൊരാൾ വെള്ളം കുടിച്ചാൽ മതിയോ? KSRTC ടിക്കറ്റ് പോലും ട്രാൻസ്ഫറബിൾ അല്ലാത്ത സ്ഥിതിക്ക് എൻ്റെ പാപം യേശുക്രിസ്തുവിൻ്റെ തലയിൽ വെച്ചൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ ബൈബിൾ യേശു ഏറ്റെടുത്തുന്ന് നിങ്ങൾ പറയുന്നത്? തന്നെത്താനെ ഉണ്ടാക്കിയതാ. ഈ മതം കച്ചവട രൂപത്തിൽ വിൽക്കാൻ ഇതൊക്കെ ഹോൾസെയിലായിട്ട് യേശുക്രിസ്തു എടുത്തു എന്ന് പറയുന്നതാ നല്ലതല്ലേ? പിന്നെ യേശുക്രിസ്തു 33.5 വർഷം ജീവിച്ചു എന്നാ പറയുന്നത്. തെറ്റാ മാത്യു. നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ ബൈബിൾ നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങളിപ്പോഴും കാശ്മീരിൽ പോയാൽ കാണാം ഈശോ നബിയുടെ ശവകുടീരം എന്ന് പറഞ്ഞ് 65-ാമത്തെ വയസ്സിൽ മരിച്ച യേശുക്രിസ്തുവിനെ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് കാണാം. ഗോപാലകൃഷ്ണ വിവരക്കേടുണ്ടെന്ന്. ഇത്രയും ഞാൻ പറഞ്ഞതിന് വിവരക്കേട് ആർക്കാന്ന് മനസ്സിലായല്ലോ ഇല്ലേ മാത്യു? ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വായിച്ചിട്ടാ, വായിക്കാതെയല്ല. നിങ്ങൾ ഏത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണ്. ബൈബിൾ വായിക്കണമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഞാൻ ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞത് എന്തിനറിയാമോ? ഈ കണ്ണുമടച്ച് പാവങ്ങളെ ഈ സുവിശേഷ പ്രസംഗികർ പറ്റിക്കുമ്പോഴേ മാത്യു എനിക്ക് അവരോട് പറയണ്ടേ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബൈബിളൊന്ന് വായിക്കണമെന്ന്. അല്ലാണ്ട് ബൈബിൾ വായിച്ചാൽ സ്വർഗത്തിലേക്ക് പോകുന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ ബൈബിൾ വായിച്ചതിന് ശേഷമാണ് മറ്റുള്ളവരോട് വായിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് രാമായണം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബൈബിൾ വായിക്കണമെന്ന്. എന്തിനാ പറഞ്ഞതെന്നറിയാമോ? ശുദ്ധ അബദ്ധങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും 21-ാം നൂറ്റാണ്ടിൽ യോജിക്കുന്ന ഒരു വരി പോലും ഇല്ലാത്ത ബൈബിളൊന്ന് നിങ്ങൾ വായിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? പിന്നെ ഹിന്ദുക്കളുടെ കളിമൺ ദൈവം. ഹിന്ദുക്കൾ ഉണ്ടാക്കിയത് ഭൂമിയിലെ കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അഭിമാനത്തോടുകൂടി ഉണ്ടാക്കി. ഈ ലോകം മുഴുവനും കോൺക്രീറ്റ് കൊണ്ട് കുരിശു വെക്കുന്നത് എന്തിനാ മാത്യു? പിന്നെ ഓരോ സെന്റ് ജോസഫിൻ്റെയും സെന്റ് ഫ്രാൻസിസിൻ്റെയും ഈ ഭരണങ്ങാനത്തെ അമ്മച്ചിയുടെയും കന്യാമറിയത്തിൻ്റെയും എല്ലാ പടം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കളിമണ്ണ്? ഭൂമാതാവിൻ്റെ ഒറിജിനൽ മെറ്റീരിയൽ. ഈ കളിമണ്ണിന് പകരം പ്ലാസ്റ്റർ ഓഫ് പാരീസിന് മലയാളം ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കളിമണ്ണെന്ന പദപ്രയോഗം നടത്തിയത്. കരിങ്കല്ല് കൊണ്ട്, കോൺക്രീറ്റ് കൊണ്ട്, മരം കൊണ്ട് ഒക്കെ ഈ കുരിശുണ്ടാക്കിയിട്ട് യേശുവിനെ ആണിയടിച്ചു വന്ന സാധനം ഉണ്ടാക്കിയിട്ട് ഇവരുടെ ഒക്കെ രൂപം നിങ്ങൾ ഉണ്ടാക്കി പ്ലാസ്റ്റിക് മാലയിട്ട്. കാരണം പ്ലാസ്റ്റിക് മാലയിട്ടാൽ ക്രിസ്ത്യാനിയുടെ ഐഡിയ എളുപ്പമാണ്. ഒരിക്കൽ ഇട്ടാൽ മതി, പിന്നെ പൈസ ചിലവില്ല. മറ്റേ മാലയാണെങ്കിൽ ഇടയ്ക്ക് എല്ലാ ദിവസവും മാറ്റണം. അപ്പം ഹിന്ദുക്കളുടെ കളിമൺ ദൈവത്തിനേക്കാളും ഒട്ടും ഉയരത്തിലല്ല ഈ പുണ്യവാളന്മാരുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുള്ള ഉള്ള രൂപം. പിന്നെ മത്തായിയുടെ സുവിശേഷം സർപ്പത്തിൻ്റെ ബുദ്ധി ഉണ്ടാവുന്നത്. സർപ്പത്തിന് ബുദ്ധി ഉണ്ടോ? ഈ സർപ്പത്തിനെ അല്ലേ യഹോവ ശപിച്ചത്? ആദത്തിനെയും അവയെയും വിവേകം ഉണ്ടാക്കി തുണി ഉടുക്കാൻ പഠിപ്പിച്ചതിൻ്റെ പ്രതികാരം തീർത്തുകൊണ്ടല്ലേ യഹോവ സർപ്പത്തിനെ ശപിച്ചത്? സൺ ഓഫ് ദ വൈപ്പേഴ്സ് എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ പോലെയുള്ളവരെ. അപ്പൊ സർപ്പം അത്ര ബുദ്ധിമാനാ?
സർപ്പം ബുദ്ധിമാനല്ലെന്ന് മാത്രമല്ല, സർപ്പത്തിന് ബുദ്ധിയില്ലെന്ന് മാത്രമല്ല, സർപ്പത്തിനെ യഹോവ ശപിച്ച അതേ സർപ്പത്തിനെ തന്നെ പോലെ ആവണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പം യേശു ക്രിസ്തുവിനല്ലേ ബുദ്ധിയില്ലാത്തവനെ ബുദ്ധിയുണ്ടെന്ന് പറയുന്നത്? പിന്നെ മാടപ്രാവിൻ്റെ ശാലീനത അത് ഇന്ന് ക്രിസ്ത്യാനികൾ ജീവിതത്തിൽ പകർത്തണതാ. എന്താ കാരണം അറിയോ? എവിടെ നെറ്റ് കെട്ടിയാലും, എവിടെയെല്ലാം വീടിനകത്തെ സ്ഥലം ഉണ്ടെങ്കിലും, ഒരു ചെറിയ ഹോളുണ്ടെങ്കിലും അവിടെ മാടപ്രാവ് കയറി കൂടുകൂട്ടി അവിടെ കാഷ്ടമിടും. പല സ്കൂളുകളിലും എത്രയ്ക്കാ നെറ്റ് വെച്ചിരിക്കുന്നറിയാമോ? ജനലിൻ്റെ മുകളിലും എയർ ഹോളിലും ഒക്കെ. പക്ഷെ ഈ മാടപ്രാവിൻ്റെ ശല്യം സഹിക്കാൻ വയ്യ. അത് തന്നെ ഈ പെന്തക്കോസ്ത് ക്രിസ്ത്യാനികളും നിങ്ങളെ പോലെയുള്ളവർ ചെയ്യുന്നത്. അത് യേശു ക്രിസ്തു പറഞ്ഞത് കറക്റ്റാ. മാടപ്രാവിനെ പോലെ നിങ്ങൾ ഓരോ സ്ഥലത്തും ഇടിച്ച് കയറി കൂട് കെട്ടിയിട്ട് അവിടെ കാഷ്ടമിട്ട് അവിടെ നാറ്റിക്കണം, അവിടെയുള്ള സംസ്കാരത്തെ മുഴുവനും ഇല്ലാതെയാക്കണം എന്നുള്ള അർത്ഥമൊക്കെ അതിനുണ്ട് മാടപ്രാവിൻ്റെ വാക്ക് ഉപയോഗിച്ചാൽ. പിന്നെ പാമ്പിനെ ഉപയോഗിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട്. അപ്പൊ യേശു ക്രിസ്തു നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പെർഫെക്റ്റ് ആണ്. അത് കറക്റ്റാണ്. മത്തായിയുടെ സുവിശേഷത്തിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്യു എന്ന് ഇംഗ്ലീഷ് പേരുള്ള ആ ക്രിസ്തു ശിഷ്യന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണല്ലോ മത്തായി. അപ്പൊ മത്തായി പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരു വ്യത്യാസമില്ല. ഏതായാലും സർപ്പത്തിന് ബുദ്ധിയില്ല, പിന്നെ അതിനുള്ളത് വിഷമാണ്. അപ്പൊ സർപ്പത്തിന്റെ വിഷം ഉണ്ടാവണമെന്ന് പറഞ്ഞത് മാടപ്രാവിന്റെ കൗശലതയാണ്. അതാണ് കറക്റ്റ് വേണ്ടത്. എവിടെ ഇടിച്ച് കയറിയിട്ട് അവിടെ കൂടി വെക്കുക എന്നുള്ളത്. പിന്നെ ഫ്രാൻസിസ് സേവിയറിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞു അതെ ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെന്ന്. ഒരു കുരിശും ഒരു ബൈബിളും ഒരു യെരൂശലേമും ഒരു ദൈവപുത്രനും ഒരു യഹോവയെയും വെച്ച് പുലർത്തുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഉത്തരവാദിത്വം മാറ്റിക്കൊടുത്തത് എന്തിനാ മാത്യു? അത് ഫ്രാൻസിസ് സേവിയറെ ആരാധിക്കുന്നവർ അതിൻ്റെ ഉത്തരം പറയട്ടെ. അതേപോലെ തന്നെ വാലന്റൈനെ ആരാധിക്കുന്നവർ അതിൻ്റെ ഉത്തരം പറയട്ടെ. ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഉത്തരം പറയാം. ഫ്രാൻസിസ് സേവിയർ 40,000 ഹിന്ദുക്കളെയാ കൊന്നത്. ഓരോ വീട്ടിലും കയറി ബലം പ്രയോഗിച്ച് തുളസിത്തറയിൽ കുരിശു വെച്ചത് ഇന്ന് നിങ്ങൾ ഗോവയിൽ പോയാൽ കാണാൻ സാധിക്കും. അയാൾ നടത്തിയിരിക്കുന്ന അത്രയും ക്രൂരത അയാൾ നടത്തിയിട്ട് അയാൾ എഴുതിയത് എന്താണെന്നറിയാമോ? ഓരോ ഹിന്ദുവും അവൻ ആരാധിച്ചിരുന്ന വിഗ്രഹത്തെ തകർത്ത അതിൻ്റെ മുകളിൽ മൂത്രമൊഴിക്കുമ്പോൾ അവൻ കുരിശ് കഴുത്തിലിട്ട് നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അനുഭവിക്കുന്ന അനുഭൂതിക്കും സംതൃപ്തിക്കും ഒരു പരിധിയില്ലെന്ന് പറഞ്ഞിട്ടാണ് ഫ്രാൻസിസ് സേവിയർ എന്ന കൊലയാളിയാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞ വാക്കല്ല. C.I. ഐസക് എഴുതിയ പുസ്തകത്തിൽ അതുണ്ട്. C.I. ഐസക് ക്രിസ്ത്യാനിയാണ്. ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എത്രയാണെന്ന് എനിക്ക് വിവരിക്കാൻ സാധ്യമല്ലെന്ന് പോപ്പിന് കത്തെഴുതിയിരുന്നു. പോപ്പിന് കത്തെഴുതി സേവിയർ ഫ്രാൻസിസ്. ആ കത്തുകളെല്ലാം ഒരു പുസ്തകമായിട്ട് ലഭ്യമാണ്. അത്ര ക്രൂരനായ വ്യക്തിയെ യഹോവ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഓരോ സ്ഥലത്തെയും അശേര വിഗ്രഹങ്ങൾ തകർത്ത് അവനെ കൊന്ന് അവനെ ക്രിസ്തുമതത്തിലേക്ക് പ്രചരിപ്പിക്കാനുള്ള യഹോവയുടെ വരികൾ ജീവിതത്തിൽ പകർത്തിയതിനാണ് ഫ്രാൻസിസ് സേവിയറിനെ സെയിൻ്റാക്കിയത്. ഇന്നും പോലീസിന്റെ കാവലിൽ കഴിയുന്ന ഡെഡ് ബോഡിയാണ് ഫ്രാൻസിസ് സേവിയറുടേത്. ഗോവയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ സെന്റ് ജോർജും വാലന്റൈനും ഒക്കെ കാത്തലിക്കിൻ്റെ ആണെന്ന് പറഞ്ഞു. അതെന്തിനാ അവരെ അങ്ങോട്ടേക്ക് വിട്ടത്? വാലന്റൈൻ എന്താ ചെയ്തെന്നറിയാമോ? സ്ത്രീകളെ പട്ടാളക്കാർക്ക് ഒറ്റിക്കൊടുത്തതാ. ഫെബ്രുവരി 14 15 മറ്റോ ആണ് അദ്ദേഹത്തിനെ രാജാവ് കഴുത്തറത്ത് കൊന്ന വാലന്റൈൻസ് ഡേ. പ്രേമം എന്ന് പറഞ്ഞാൽ സെക്സ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഇംഗ്ലീഷുകാരുടെ തനിപ്പകർപ്പ സെയിന്റ് വാലന്റൈൻ എന്ന് പറയുന്നത്. പിന്നെ വാലന്റൈൻ സെന്റ് ജോർജ് AD 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പട്ടാളക്കാരൻ രാജാവിൻ്റെ മകളെ ഒരു പാമ്പിൽ നിന്ന് രക്ഷിച്ചപ്പോൾ രാജാവ് പോപ്പിനോട് റെക്കമെൻഡ് ചെയ്തു ഇയാളെ സെയിൻ്റ് ആക്കണമെന്ന്. അതനുസരിച്ചാണ് സെന്റ് ജോർജിനെ സെയിൻ്റ് ആക്കിയത്. ഞാൻ പറഞ്ഞതല്ല, വിക്കിപീഡിയയിലുണ്ടത്. അല്ലാണ്ട് വേറെ മഹത്വം കൊണ്ടൊന്നുമല്ല സെന്റ് ജോർജ് വന്നത്. പിന്നെ മദർ തെരേസ കൽക്കട്ടയിൽ ചെയ്തത് കോടതി കേസായിട്ടില്ലല്ലോ. ആയിരക്കണക്കിന് അമ്പലങ്ങൾ തകർത്ത ടിപ്പു സുൽത്താന്റെ പ്രവൃത്തിയും കോടതിയിലേക്ക് പോയിട്ടില്ല. നിങ്ങളെപ്പോലെയുള്ളവർ ചെയ്യുന്ന ക്രൂരവും നിന്ദ്യവുമായിട്ടുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് പോയിട്ടില്ല. മുഹമ്മദ് ഗസ്നി മുതൽക്ക് ഈ അറ്റം വരെ ഓരോരുത്തർ ചെയ്തു കൂട്ടിയതൊന്നും ഹിന്ദുക്കൾ കോടതിയിലേക്ക് എടുത്തിട്ടില്ല. കൽക്കട്ടയിലെ ഹിന്ദുക്കൾ വിശ്വസിക്കുമെന്ന്. നിങ്ങൾ കൽക്കട്ടയിലെ ഹിന്ദുക്കളെ വിടുക, നിങ്ങളത് പോയി നോക്കാം. കൽക്കട്ടയിലെ ഹിന്ദുക്കൾ മദർ തെരേസയെ വേറൊന്നും ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ അറിയാം? അറ്റ്ലീസ്റ്റ് വിദേശത്ത് നിന്ന് കുറെ പൈസ കൊണ്ടുവന്നിട്ട് ഈ പാവങ്ങൾക്ക് അവർ കൊടുക്കുന്നുണ്ട്. മതം മാറ്റിയിട്ടാണെങ്കിലും കൊടുക്കുന്നുണ്ട്. ഞാൻ കൽക്കട്ട കാളിക്ഷേത്രത്തിലേക്ക് പോയതാ 3 പ്രാവശ്യം. ഞാൻ ഈ മദർ തെരേസയുടെ ആശ്രമത്തിലേക്ക് കയറാൻ ശ്രമിച്ചതാ. നിങ്ങളൊന്ന് കയറാൻ ശ്രമിച്ചു നോക്കാം. നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളെ കയറ്റില്ല. അത്രയും നിഗൂഢമാണ് ഈ അമ്പലത്തിനോട് ചേർന്ന അമ്പലത്തിൻ്റെ ലാൻഡ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന മദർ തെരേസയുടെ ആശ്രമം. ഇതൊന്നും കാണാതെയും കേൾക്കാതെയും പുസ്തകം വായിച്ച് കഥ വായിച്ച് പറഞ്ഞതല്ല. ഈ പുസ്തകം വായിച്ചും കഥ വായിച്ചും പറഞ്ഞത് ബൈബിളിലെ കാര്യങ്ങൾ. അതല്ലാണ്ട് എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം ഞാനവിടെ പോയി കണ്ടതാ. മദർ തെരേസ മരിക്കുന്നതിന് മുമ്പ് ഞാനവിടെ പോയിരുന്നു.
അകത്തേക്ക് കയറ്റിയില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ കൽക്കട്ടയിൽ മദർ തെരേസ ചെയ്തത് അത്രയും പുണ്യാത്മാവാണെങ്കിൽ അമൃതാനന്ദമയ്യേക്കാളും കൂടുതൽ മദർ തെരേസയെ ബംഗാളുകാർ പൂജിക്കേണ്ടതാണ്. ഒരൊറ്റ ആൾ പൂജിച്ചിട്ടില്ല. ശരിക്കും മദർ തെരേസയെ ചികിത്സിച്ച എല്ലാവരും മദർ തെരേസ വയറുവേദന മാറ്റി എന്ന് പറഞ്ഞ് അവരെ പുണ്യവാളത്തിയാക്കാൻ പോയപ്പോഴത്തേക്കും ആ വയറുവേദന മാറിയത് മദർ തെരേസ കാരണമല്ല, മറിച്ച് ഞാൻ മരുന്ന് കൊടുത്തിട്ടാന്ന് പറഞ്ഞ് എത്ര ഡോക്ടർമാരാ മുമ്പോട്ട് വന്നതെന്നറിയാം. മദർ തെരേസയും കച്ചവടം നടത്താൻ പോകുന്ന നിങ്ങൾക്ക് ഇതുപോലെയുള്ളതൊക്കെ കണ്ടില്ല എന്ന് നടിക്കാനേ പറ്റുള്ളൂ. സത്യത്തിൻ്റെ നേരെ കണ്ണടയ്ക്കുന്ന ജന്മനാ സ്വഭാവമുള്ളവരാണ് നിങ്ങളിൽ പലരും. പിന്നെ അൽഫോൻസാമ്മ ഭ്രാന്തിയാണ്, ഞാൻ പറഞ്ഞതല്ല. ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ആ സീരിയലിൽ മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ടുള്ള കോൺവെർസേഷനൊക്കെ കണ്ടു. 16 കൊല്ലം അവർ ഏത് ജയിലിലാണ് കിടന്നതെന്നാണ് മാത്യുവിനോട് ചോദിക്കുന്നത്. അവർ ജയിലിലല്ല കിടന്നത്, അവർ വീട്ടു തടങ്കല്ല കിടന്നത്. അത് ബിഷപ്പുമാർ പോലും പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നാണ് ആ സീരിയലിൽ ഞാൻ കണ്ടത്. ഞാൻ ഭരണകാലത്ത് പോയിട്ടുണ്ട്, അൽഫോൻസാമ്മയുടെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ അൽഫോൻസാമ്മയെ കുറിച്ച് വേറൊന്ന് പറഞ്ഞു. ഞാൻ ഈ നിലയ്ക്കൽ പള്ളിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു അച്ഛൻ സ്വകാര്യമായിട്ട് എന്നോട് ചോദിച്ചു, അൽഫോൻസാമ്മയെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? ഞാനതിന് പറഞ്ഞത് എന്താണെന്നറിയാമോ? അച്ഛോ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മനുഷ്യൻ പാപിയാണെന്നല്ലേ ബൈബിളിൽ പറയുന്നത്? ആ പാപിയായ മനുഷ്യൻ ആയതുകൊണ്ട് അൽഫോൻസാമ്മ മനുഷ്യനായിരുന്നു, അവർ പാപിയാണല്ലോ. ഈ പോപ്പ് മനുഷ്യനാണല്ലോ, അപ്പൊ അയാൾ പാപിയാണല്ലോ. അപ്പൊ പാപിയായ പോപ്പ് പാപിയായ അൽഫോൻസാമ്മയെ എങ്ങനെ ഈ പുണ്യവാളനാക്കാൻ പറ്റുക? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പക്ഷെ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അല്ലല്ലോ. അപ്പൊ ഒരു പാപിയെ മറ്റൊരു പാപി വിചാരിച്ച പുണ്യവാളനാക്കാൻ പറ്റുമെങ്കിൽ എന്തൊരു എളുപ്പ. അങ്ങനെയാണെങ്കിൽ ഈ സദ്ദാം ഹുസൈനെയും ഗദ്ദാഫിയെയും ഈ ഇയാളെയൊക്കെ എന്താ പറയാ ഇയാള് ഒസാമയൊക്കെ, അവരൊക്കെ ഖുർആൻ ബൈഹാർട്ട. അവര് 5 നേരം നിസ്കരിക്കുന്നവരാ. ഇസ്ലാമിന്റെ ജിഹാദ അവർ നടപ്പാക്കിയത്. അവരെയൊക്കെ പുണ്യവാളന്മാരാക്കണ്ടേ മാത്യു? ഈ അൽഫോൻസാമ്മ മതപരിവർത്തനം നടത്തിയതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. ബാക്കി എല്ലാവരും നടത്തിയിട്ടുണ്ട്. അൽഫോൻസാമ്മയെ അതിന് പുറത്തേക്ക് വിട്ടിട്ടില്ല, അതുകൊണ്ടാണ് അവർ നടത്താത്തത്. പക്ഷെ ഇപ്പൊ അൽഫോൻസാമ്മയുടെ പേരിൽ നടത്താനാണ് അവരെ പുണ്യവാളത്തി ആക്കിയത്. മാവോ തീവ്രവാദികൾ ഉണ്ടായത് ഹിന്ദുക്കൾ കാരണമാണ്. ഞാൻ തിരിച്ചതേ വാക്കിൽ അങ്ങക്ക് തരുന്നു. നാഗ കലാപകാരികളുടെ, നാഗ ടെററിസ്റ്റ്, മിസോ നക്സലൈറ്റ്, ഇവരുടെ ഇടയിൽ കൂടെ ഇന്നും ഒരു പോറലും ഏൽക്കാതെ പോവാൻ സാധിക്കുന്നത് മലയാളം അറിയുന്ന ക്രിസ്ത്യാനികൾക്കും ലോഹയിട്ട അച്ഛന്മാർക്കും മാത്രമാണ്. കാരണം അവിടെ അത് ഉണ്ടാക്കിയത് ഇവരാ, അവരുടെ നേതാക്കന്മാർ ഇവരാ. അതുകൊണ്ട് ഈ നാഗ കലാപകാരികൾക്ക് നേരിട്ട് നേതൃത്വവും തോക്കും എത്തിച്ച കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാരെ ചെയ്തത് മറച്ചു വെക്കാൻ അടുത്ത കാലത്തുണ്ടായ മാവോവാദികളെ എടുക്കുന്നത് അബദ്ധ. മാവോവാദികളില് 70% ക്രിസ്ത്യാനികളാണ്. അതും കൂടി ആലോചിക്കണം കേട്ടോ മാത്യു. ചോറ് തരുന്ന ദേശത്തിലെ വ്യക്തികളെ കൊല്ലാനാണ് മാവോവാദികൾ. പിന്നെ മാവോവാദികൾ ചെയ്യുന്നതിനോടുള്ള യോജിപ്പോ വിയോജിപ്പോ അതിനെക്കുറിച്ചൊന്നുമല്ല, മാവോവാദികളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അവരെ സൃഷ്ടിച്ചതും ക്രിസ്ത്യൻ മിഷണറിമാരാണ്, നാഗ കലാപകാരികളെ പോലെ. അതിന് അവരുടേതായിട്ടുള്ള ഉദ്ദേശവും ലക്ഷ്യമൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാർക്കുണ്ട്. പിന്നെ ആരാണ് ശിഖണ്ഡികൾ എന്ന് മാത്യു ചോദിക്കുന്നുണ്ട്. ആർക്കാണോ സ്വയം ശിഖണ്ഡിയാണെന്ന് തോന്നുന്നത് അവരാണ് ശിഖണ്ഡികൾ. ഭീഷ്മരുടെ മുമ്പിൽ സ്വയം ശിഖണ്ഡിയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ശിഖണ്ഡി നിന്നതും. അതേപോലെ നിങ്ങൾ ചോദിച്ചു ശിവസേനക്കാരാണോ RSSകാരാണോ ഒക്കെ ചോദിച്ചില്ലേ? എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? അവനവന്റെ ചുറ്റും നോക്കിയാൽ പോരെ. അടുത്തുള്ളവനെ കാണാൻ കണ്ണുകളില്ലാത്ത നിങ്ങൾക്ക് ദൂരെ ഉള്ളവനെ കാണാൻ കണ്ണുകൾ തന്നത് യേശു ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരം തെറ്റല്ലേ മാത്യു? ശിഖണ്ഡികൾ കൂട്ടത്തിലുണ്ട്, അവരെ അങ്ങനെ വിട്ടിരിക്കുക. എന്തിനാ? ഭാരതത്തെ 2012 പൂർണ്ണമായിട്ട് മതപരിവർത്തനം ചെയ്യാൻ. തൽക്കത്തോറ സ്റ്റേഡിയത്തില് പോപ്പ് പ്രതിജ്ഞ എടുപ്പിച്ചില്ലേ? ഈ 3-ാം സഹസ്രാബ്ദം ഭാരതത്തെയും ചൈനയെയും മതപരിവർത്തനം ചെയ്യാനുള്ളതാണെന്ന്. 1-ാമത്തെ സഹസ്രാബ്ദം അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പും, 2-ാമത്തെ സഹസ്രാബ്ദം ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും മതം മാറ്റി, 3-ാമത്തെ സഹസ്രാബ്ദം ഇന്ത്യയും ചൈനയും ചുറ്റുമുള്ള പ്രദേശങ്ങളും മതം മാറ്റണം പറഞ്ഞില്ലേ? പക്ഷെ ഇതും കൊണ്ടെങ്ങാനും പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പരിവർത്തനത്തിന്റെ സുവിശേഷം കൊണ്ട് പോയ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാവില്ല കേട്ടോ. ദളിതരെ ക്രിസ്ത്യാനികളാക്കാനും മനുഷ്യരാക്കാനും ശൂദ്രരെ മനുഷ്യരാക്കാനെന്ന പേരിൽ അവിടെ പാവങ്ങൾ അനുഭവിക്കുന്ന വേദന മതം മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് അവരെ ബ്രാഹ്മണരാക്കാൻ ശ്രമിച്ചാൽ
മാത്യു ഇപ്പൊ കാണുന്ന കണ്ണിലെ കണ്ണടയും തലയിലെ മൊട്ടത്തലയും തലയ്ക്കകത്തുള്ള അസാധാരണ ബുദ്ധിയും ഒന്നും ഉണ്ടാവില്ല. ഞാൻ നിങ്ങളെ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, ഞാൻ ആ രൂപത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നല്ല പേഴ്സണാലിറ്റി ഉള്ള നിങ്ങളുടെ ആ ബ്യൂട്ടിഫുൾ രൂപമൊന്നും ഹാൻസം ആയിട്ടുള്ള രൂപം കാണില്ല എന്ന് പറഞ്ഞതാണ്. വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ലോകം വിശ്വസിക്കില്ല. അത് സുവിശേഷം വിശ്വാസമാണ്, സുവിശേഷം വിശ്വാസമാണ്. അത് ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ലക്ഷ്യം നേടിയതാണ് ഓരോ സ്ഥലത്തും ക്രൈസ്തവരായിട്ട്. ഇന്ന് സുവിശേഷത്തിൻ്റെ പരമകാഷ്ഠ നടത്തിയ അമേരിക്കയിൽ പള്ളിയിൽ പോകാൻ ആരുമില്ല, ഇംഗ്ലണ്ടിൽ പള്ളിയിൽ പോകാൻ ആരുമില്ല. ഞാനൊരു 7-8 പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ടുണ്ട്, 2-3 പ്രാവശ്യം ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട്. യൂറോപ്പിൽ പള്ളിയിൽ പോകാൻ ആൾക്കാരില്ല. അവിടെയുള്ള പള്ളികളൊക്കെ അവർ വിൽക്കുക. എന്താ കാരണം അറിയോ? ബൈബിളിനകത്തുള്ള പച്ച വരികൾ വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി 21-ാം നൂറ്റാണ്ടിൽ പറ്റിയതല്ല. അതുകൊണ്ടാണ് അവർ ബൈബിൾ ഉപേക്ഷിച്ചത്. നിങ്ങൾ ഈ ബൈബിള് പ്രചരിപ്പിക്കാനുള്ള കാരണമാണ്, അതൊരു ബിസിനസ്സാണ് നിങ്ങൾക്ക്. ഗോപാലകൃഷ്ണൻ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു ബിസിനസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 69,000 കോടി ഇവിടേക്ക് വരുന്നുണ്ടെന്ന്. ആ കാശ് അത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഉണ്ടാക്കി 1500ഓളം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അമേരിക്കയിലുള്ളത്, 145ഓളം വിഭാഗങ്ങൾ കേരളത്തിലുണ്ട്. അതായത് ഹിന്ദുക്കൾക്ക് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും. ഇത് അങ്ങനെയൊന്നുമല്ല. സിറിയൻ കത്തോലിക്കൻ, ലാറ്റിൻ കത്തോലിക്കൻ, പിന്നെ മാർത്തോമാ സഭ, സെവൻത്ത് ഡേ അഡ്വന്റിസ്റ്റ്, സിലോൺ പെന്തക്കോസ്ത്, ഇന്ത്യ പെന്തക്കോസ്ത്, ഓർത്തഡോക്സ്. എത്ര വിഭാഗ? ഒരു യേശുക്രിസ്തു, ഒരു ബൈബിള്, ഒരു യെരുശലേം, ഒരു ദൈവപുത്രൻ, ഒരു യഹോവ ഉണ്ടായിട്ട് എത്ര വിഭാഗ? ഇതെല്ലാം സുവിശേഷം നടത്താം, ഹോൾസെയിലായിട്ട് ആൾക്കാരെ മാറ്റാൻ. ഇപ്പൊ അകത്ത് തന്നെ അടിയുണ്ടല്ലോ, ഇല്ലേ മാത്യു? ബ്രാഹ്മണരും ശൂദ്രരും തമ്മിലുള്ള അടിയേക്കാൾ വലിയ അടിയാണല്ലോ ഓർത്തഡോക്സിനെയും മറ്റു വിഭാഗത്തിനെയും പെന്തക്കോസ്തുകാർ മതം മാറ്റുമ്പോൾ ഉണ്ടാവുന്ന അടി. അതല്ലേ 10-12 പള്ളികൾ പോലീസ് കാവലിൽ ഇപ്പോഴും ഉള്ളത്. അങ്ങനെയൊക്കെ കൂടി ഒന്ന് ചിന്തിക്കണം മാത്യു. എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ തേജസ് കുറെ കൂടി കൂടുള്ളൂ. എന്താ കാരണം? സത്യാന്വേഷണമായിരിക്കണം ക്രിസ്ത്യാനികളുടെ ലക്ഷ്യവും മാർഗവും. ആൾക്കാരെ അന്വേഷിച്ച് മതം മാറ്റലാവരുത്. യേശുക്രിസ്തുവിന് ഒരു മഹത്വം ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തു ദുഃഖവെള്ളിയാഴ്ചയിലൊന്നും മരിച്ചിട്ടുമില്ല. ബൈബിളിൽ തന്നെ പറയുന്നില്ലേ, ഒരു യുവാവ് പറഞ്ഞില്ലേ, മരിക്കാത്തവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചാൽ എങ്ങനെയാ കിട്ടാന്ന്? ജീവനുള്ള വ്യക്തിയെ മരിച്ചവരുടെ ഇടയിൽ. കയ്യിൽ ആണിയടിച്ചാലൊന്നും ഒരാൾ മരിക്കില്ല, നേരെ നെഞ്ചത്ത് എന്തെങ്കിലും കൊണ്ടാലേ മരിക്കുള്ളൂ. മാത്യു CP മാത്യു എന്ന് പറയുന്ന ഒരാളുണ്ട്, CPM എന്നാണ് ഞാൻ വിചാരിക്കാം. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നു. അദ്ദേഹം അതിഗഹനമായിട്ടുള്ളൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, ഒരിക്കലും യേശുക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല എന്ന്. അങ്ങനെ മരിക്കാത്ത യേശുക്രിസ്തു മരിച്ചു എന്നും പറഞ്ഞിട്ട് എന്തിനായി നാട്ടുകാരെ പറ്റിച്ചിട്ട് അദ്ദേഹം നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നടന്ന പാവങ്ങളെ പറ്റിക്കുന്ന നിർത്തിക്കൂടെ മാത്യു? എനിക്ക് നിങ്ങളുടെ വിനയപുരസ്സരം പറയാനുള്ളത്, ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും മതപരിവർത്തനം നടത്തി അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പും അത് ഉപേക്ഷിച്ചു. ഭാരതവും അത് ഉപേക്ഷിക്കും, ഉറപ്പാണ്. കാരണം ഭാരതം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും രാഷ്ട്രമാണ് മാത്യു. 950 വർഷം മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ചവിട്ടേറ്റ് കഴിഞ്ഞിട്ടും ഭാരതം മരിച്ചില്ല മാത്യു. കാരണം ഇത് സത്യത്തിൻ്റെയും ധർമ്മത്തിൽ. നിങ്ങളെ ക്രൈസ്തവാഹ സമസ്ത സുഖിനോ ഭവന്തു പറയുമ്പോൾ ഭാരതീയരെ ലോക സമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞത്. ഇപ്പൊ മാത്യു പഠിക്കുക. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നു. കാരണം നിങ്ങൾ ക്രിസ്തുമതത്തിന് വേണ്ടി വാദിച്ച ആ മനസ്സിൻ്റെ ധൈര്യം ഉണ്ടല്ലോ, അത് നിങ്ങളെപ്പോലെയുള്ളവർ എൻ്റെ കൂട്ടത്തിൽ വേണം. ഗോപാലകൃഷ്ണൻ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. വരാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടി വന്നാൽ ഗോപാലകൃഷ്ണൻ തിരിച്ചറിയാൻ സാധിക്കും. കാരണം 42 വർഷം വേദവും അസാധാരണമായ രീതിയിൽ പൈതൃകവും പഠിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു മനുഷ്യൻ, മരണത്തെയും മറ്റൊന്നിനെയും അത്രയധികം ഒന്നും ഭയപ്പെടാത്ത മനുഷ്യൻ. ഞാൻ നന്ദി പറയട്ടെ നിങ്ങളുടെ മറുപടിക്ക്. ആ മറുപടി നിങ്ങൾ കൊടുത്തോണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു മറുപടി തരാൻ സാധിച്ചത്. എൻ്റെ പ്രണാമം, നമസ്കാരം.